പ്രിയ സ്നേഹിതരെ, വീണ്ടും ആൻ്റണി. അതായത് ഇന്നലെ നടന്ന ആ വിമാന ദുരന്തം, ഇത് കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഞാൻ പല പ്രാവശ്യം എൻ്റെ പല വീഡിയോകളിലും തമിഴിലുണ്ട് കൂടുതൽ വീഡിയോ, കാരണം മലയാളികൾ അത്ര കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതിനോട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് എൻ്റെ മനസ്സ് വരുന്നില്ല. അതാണ് എൻ്റെ കാര്യം, വേറൊന്നുമല്ല. കാരണം മലയാളത്തിൽ ഇതിനെക്കുറിച്ച് പറയാൻ നിറയെ ചാനലുള്ള കാരണം ആണ് ഒന്ന്. രണ്ടാമത്, എൻ്റെ മലയാളം മറ്റുള്ളവരുടെ പോലെ അത്ര ശുദ്ധമായിട്ടുള്ള മലയാളമല്ല. മൂന്നാമത്, ഞാനൊരു വൺ മാൻ ആർമിയാണ്. ഞാൻ തന്നെയാണ് വായിക്കുന്നത്, ഞാൻ തന്നെയാണ് ക്യാമറയുടെ മുന്നിൽ കുത്തിരിക്കണം, ഞാൻ തന്നെയാണ് റെക്കോർഡും ഓഫും ചെയ്യണം, പിന്നെ ഞാൻ തന്നെ ഇത് എഡിറ്റ് ചെയ്ത് എല്ലാം ഞാൻ തന്നെയാണ്. എനിക്ക് പ്രൊഫഷണലായിട്ട് ഇത്രയ്ക്കേ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു പ്രൊഫഷണൽ ഫീലിങ്ങോ ഇതൊന്നും ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം, പക്ഷേ എനിക്കത് വിഷയമൊന്നുമല്ല. പക്ഷേ എങ്കിലും എന്നെ സ്നേഹിക്കുന്ന ഒരു ചില ആൾക്കാർ പറയുന്നുണ്ട്, സാറേ അല്ലെങ്കിൽ പാസ്റ്ററെ നിങ്ങളൊന്ന് പറ, കാരണം നിങ്ങൾ പറയുന്നതിൽ പല കാര്യങ്ങളുണ്ട്. ബാക്കിയുള്ളവർ യൂട്യൂബ് പ്രേക്ഷകർ കൂടാൻ വേണ്ടിയിട്ടൊക്കെ പലതൊക്കെ പറയും, അത് ഞങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ സാറ് പറയുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ ചിലരെനിക്ക് ഫോൺ ചെയ്തിട്ടും അല്ലെങ്കിൽ കമൻസിൽ എഴുതിയിട്ടും അല്ലെങ്കിൽ മെയിൽ ചെയ്തിട്ടൊക്കെ എന്നെ പറയുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചുരുക്കിയിട്ട് തമിഴ് പറയുന്ന പോലുള്ള എക്സ്പ്ലനേഷൻ കൂടി ഞാൻ പറയാണ്ട് ഉള്ള കാര്യം മനസ്സിലാക്കത്തക്ക രീതിയിൽ ഞാൻ പറയാം ഞാൻ. അപ്പോൾ ഇന്നലെ നടന്ന വിമാനാപകടം, ഇതിൽ രക്ഷപ്പെട്ടത് ഒരാളാണ്, രാജേഷ് ബിശ്വാസ് എന്ന് പറഞ്ഞ ആൾ. അയാൾ ഇന്ത്യൻ വംശജൻ, ബ്രിട്ടനിൽ പോയി സെറ്റിലായി അവിടുത്തെ പൗരത്വം സ്വീകരിച്ചവൻ. എന്തിനോ ഇന്ത്യയിലേക്ക് വന്ന് വീണ്ടും ബ്രിട്ടനിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിക്കാണ് സംഭവിക്കുന്നത്. അപ്പോൾ പുള്ളി ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, പൈലറ്റിൻ്റെ ശബ്ദം. എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് 635 അടി ഉയരത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഫ്ലൈറ്റ് ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഇനി അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹൈറ്റിലേക്ക് എത്തിയിട്ടില്ല. 625 അടിക്കേ പോയിട്ടുള്ളൂ. അത് എത്തണമെങ്കിൽ ഒരു 3000-4000 അടി മുകളിലേക്ക് ചെല്ലണം. പിന്നെയാണ് ഫ്ലൈറ്റ് അതിൻ്റെ നോർമൽ സ്പീഡിലേക്ക് എത്തണേ. അപ്പോഴേക്കാണ് ഫ്ലൈറ്റ് കല്ല് വീണ പോലെ താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുക. 625 അടി ഉയർത്തുന്നത്, എന്നാലും മുന്നോട്ടും പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് പൈലറ്റിൻ്റെ ശബ്ദം. എന്തായാലും പുള്ളി എന്ത് ചെയ്തു, അടുത്തുള്ള ഈ എമർജൻസി വിൻഡോ തുറന്ന് പുള്ളി കണ്ണ് മുടങ്ങി ചാടി. പക്ഷേ ദൈവം പുള്ളിനെ രക്ഷിച്ചു എന്ന് പറയണം. പുള്ളി വീണത് ആ മെഡിക്കൽ പിള്ളേർ താമസിക്കുന്ന 7ാം നിലയുടെ മുകളിലേക്കാണ് പുള്ളി വീണത്. അതുകൊണ്ട് പുള്ളിക്ക് എന്തോ കാലിന് ചെറിയ പരിക്ക് പറ്റി, മേത്തൊക്കെ നല്ല സ്ക്രാച്ചസൊക്കെ ഉണ്ട്. പുള്ളി നടന്നാൽ പോണേ, രക്ഷപ്പെട്ടു. പ്ലെയിനിൽ നിന്ന് ചാടി, ഒരു പാരച്യൂട്ടും ഇല്ല, ഒന്നുമില്ലാണ്ട് ചാടി രക്ഷപ്പെട്ട മനുഷ്യൻ വേണമെങ്കിൽ ലോകത്ത് ഈ ഒരു വ്യക്തിയായിരിക്കാം, ആദ്യത്തെ വ്യക്തി. ഇത്ര ഹൈറ്റിൽ നിന്ന് കാരണം നല്ല സ്പീഡിലല്ല ഫ്ലൈറ്റ് പോണേ, ചാടിയ വ്യക്തിയായിരിക്കാം, ഇല്ലെന്ന് പറയണില്ല. പക്ഷെ അതല്ല വിഷയം. പക്ഷേ പരിതാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ളായിരുന്ന 242 ആളിൽ ഒരാൾ രക്ഷപ്പെട്ടു, 241 മരിച്ചു. അതാണ് സങ്കടം. കുട്ടികളുണ്ട്, ഏതാണ്ട് 11 കുട്ടികളുണ്ടെന്നാണ് പറയണേ. 56 ഫോറിൻ സിറ്റിസൺസ് ഉണ്ട്. പിന്നെ എത്ര സ്ത്രീകളാണുള്ളതെന്ന് അറിയില്ല, പിന്നെയൊക്കെ ഇന്ത്യക്കാരായിരുന്നു. പക്ഷേ ഇവിടെ നടക്കുന്ന വിഷയം എന്താണ്? എനിക്ക് തമിഴിൽ ഒന്നുണ്ട്, ക്രിസ്ത്യൻ വാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് തമിഴിൽ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആക്ച്വലി അത് എൻ്റെ ഗ്രൂപ്പല്ല, എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന തിരുനെൽവേലിയിലുള്ള തമിഴ് മലയാളം സംസാരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ലെക്ചറുണ്ട്. ഞങ്ങളെ ഒരു സ്കൂളിൽ പഠിച്ചവരാണ്. പിന്നീടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ പുള്ളിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് പാസ്റ്റർ ഒരു കാര്യം ചെയ്യേ, എന്നും ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് 4 മിനിറ്റ് ഇങ്ങനെ അന്നും നടക്കുന്ന കാര്യം വാട്സപ്പിൽ ഇട്ടിട്ടാവും. ഞങ്ങൾ പല ഗ്രൂപ്പുകളിലും ഞങ്ങളത് അയച്ച് ഒരു അവയർനെസ് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ആരംഭിച്ചതാണ്. അതൊരു 1.5 കൊല്ലമായി എന്ന് വിചാരിച്ചോ. ഇനി നിങ്ങൾക്കെങ്ങാനും തമിഴും മനസ്സിലാവുച്ചെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളേനും ചേർക്ക്, ഞങ്ങൾക്കും ഇൻഫർമേഷൻ ദിവസം കിട്ടട്ടെ എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നാൽ ഞാൻ ആ ഗ്രൂപ്പിൽ ചേർക്കാം. ഇതെനിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നല്ല, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ വ്യൂവേഴ്സ് ലക്ഷക്കണക്കിനൊന്നുമില്ല, മനസ്സിലായില്ലേ? എനിക്കിങ്ങനെ വാരികോരി കാശ് കിട്ടേണ്ടത്. എനിക്ക് ഒരാൾ കണ്ടാലോ 10 ആൾ കണ്ടാലോ 10 ആൾ 10 ആളോട് പറയത്തക്ക രീതിയിൽ വേണം, അത്രയേ ഉള്ളൂ എനിക്ക് വിഷയമുള്ളൂ. നമ്മൾ കാര്യം തുറന്ന് ലോകത്തിനോട് പറയാം.
അത്ര തന്നെ. അല്ലാണ്ട് ഇപ്പോൾ എന്നെ ആരും ക്ഷണിച്ചിട്ട് സ്റ്റേജിൽ നിർത്തിയിട്ട് പ്രസംഗിപ്പിക്കണമെന്നില്ല. ഞാൻ അത്രയും വലിയ ആളൊന്നുമില്ല. എങ്കിലും എൻ്റെ മനസ്സിൽ ലോകം അറിയിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് ഞാൻ ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിട്ട് വേറെ രീതിയിൽ ചെയ്യണമെന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. ഈ ഒരു ജീവിതം കർത്താവിന് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് പോകണം, പറഞ്ഞിട്ട് പോകണം, അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ശരി, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേര്, ഷെയർ ചെയ്തേര്, ബെൽ ബട്ടൺ ഞെക്കിക്കോ. അല്ല നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ വേണമെന്ന് എന്നും 5 മിനിറ്റ്, ചിലപ്പോൾ എന്നും ഉണ്ടായിന്ന് വരില്ല, ചിലപ്പോൾ ഞാൻ വല്ല ബിസി ആണെങ്കിൽ ആ ഒരു ദിവസം ഇട്ടൊന്നും വരില്ല, യാത്രാ ദിവസം. പക്ഷേ എങ്കിലും 24 ദിവസങ്ങളിൽ 5 മിനിറ്റ് എൻ്റെ ഒരു പക്ഷേ തമിഴായിരിക്കും, മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ ഫ്ലൈറ്റ് വീണ കാര്യം അവിടേക്ക് ഇതാ മോദി പറന്നെത്തുന്നു. ഇവർക്ക് കക്കാൻ അറിഞ്ഞാലും നിൽക്കാൻ അറിയില്ല എന്ന് കേട്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ എന്ന പോലെയാണ് കാര്യം. എന്താ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ആലോചിക്കേണ്ട. ഇപ്പോൾ നമുക്ക് ചില പഴയ കാര്യങ്ങളോട് ഇത് കൂട്ടിക്കൊണ്ടുവന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. പഴയ കാര്യം എന്താ, നമ്മൾ ഒത്തിരി പുറകോട്ടൊന്നും പോകണ്ട, പുൽവാമയിൽ നിന്ന് എടുത്താൽ മതി. അതിൻ്റെ പുറകോട്ടൊക്കെ പോയി പിന്നെ അതിൻ്റെ തന്നെ സമയം ഉണ്ടല്ലോ. പുൽവാമ അറ്റാക്ക് ഇവർ പ്ലാൻ ചെയ്ത് നടത്തി. സത്യപാൽ മാലിക് ആ കാര്യം പറഞ്ഞു. അപ്പോൾ അയാൾക്ക് സീബറൈഡ് വന്നു. ഇന്ന് അയാളുടെ വേറെ പല കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ഞാനിപ്പോൾ പറയുള്ളൂ, അതൊക്കെ നിങ്ങൾ കേട്ട് കാണും. അതിനൊരു ബാലക്കോട്ട് അറ്റാക്ക് നടത്തി, 41 ആളേനെ കൊന്നു, CRPക്കാരനെ. അതും വെച്ചിട്ട് വോട്ട് പിടിച്ചു അയാൾ. ഇവർക്ക് ഇത്രേ ഉള്ളൂ, മനുഷ്യന്മാരനെ കൊല്ലുക, വോട്ട് കളക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ജനങ്ങളുടെ മൈൻഡിനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുക. ഇത്രയും ഫ്രോഡുകളുടെ പണി. അത് കഴിഞ്ഞ് 2-3 ട്രെയിൻ ആക്സിഡൻറ്റ് കൽക്കട്ടയിൽ, ഒറീസയിൽ, ആന്ധ്രയിൽ ഒക്കെ വലിയ വലിയ വണ്ടൻ ട്രെയിൻ ആക്സിഡൻറ്റ് നടന്നു. അവിടെ ഒന്നും മോദി വരില്ല, വന്ദേ ഭാരതിന് കൊടി കാണിക്കാൻ വന്ന് നിൽക്കും. ഇവിടെ ഒന്നും ഒരു അക്ഷരം മിണ്ടില്ല, ഒന്നുമില്ല, അത്ര തന്നെ. അത് ഡയറക്റ്റ് ചത്തു, അതെന്തൊരു ഫാൾട്ട്. അതിനെക്കുറിച്ചിട്ട് റെയിൽവേ മിനിസ്റ്റർ റിസൈൻ ചെയ്യേ, അല്ലെങ്കിൽ അയാൾ ഞങ്ങളുടെ പാർട്ടി പോവും, അത്ര തന്നെ. ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന സംഗതിയാണ് ഈ കേൾക്കണേ. ഇവിടെ മിലിറ്ററിയെക്കാട്ടിലും ഹാർഡ് റൂളല്ലേ. മോദിനെ കുറിച്ച് എതിർത്ത് പറഞ്ഞാൽ ഉടനെ UAPA വരും, അകത്താക്കും. അമിത്ഷയെ പറഞ്ഞാൽ UAPA വരും, അകത്താക്കും. അപ്പോൾ ഇവിടെ എന്ത് ഫ്രീഡം ഓഫ് സ്പീച്ചുള്ള, സംസാര സ്വാതന്ത്ര്യം എവിടെയുള്ള? ഒന്നുമില്ല. ഇതൊക്കെ പോയി കഴിഞ്ഞു. ഇതൊക്കെ ബ്രാഹ്മണന്മാരുടെ ഹിന്ദുത്വയുടെ ഉള്ളിലേക്ക് പോയി മുങ്ങിക്കഴിഞ്ഞു ഈ നാട്. എങ്കിലും നമ്മൾ സംസാരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ പുൽവാമ, അത് കഴിഞ്ഞു ബാഗൽകോട്ട്, അതൊക്കെ ഫെയിലറായി, അങ്ങനെയായി, ഇങ്ങനെ ആനപ്പൂനിയായി. 19ാമത്തെ ഇലക്ഷനിലത്തെ അയാൾ ജയിച്ചു, 19ാമത്തെ ഇലക്ഷനിൽ അയാൾ ജയിച്ചു വന്നു. 24ൻ്റെ ഇലക്ഷൻ്റെ മുമ്പ് അയാൾ ഇതേപോലെ പല കളിയും കളിച്ചു, EVM കട്ടുമറിച്ചു. അത് പുറത്തു വരുമെന്ന് പറഞ്ഞപ്പോഴാണ് ട്രെയിൻ ആക്സിഡൻറ്റുകൾ നടക്കണത്. അപ്പോൾ ആ കാര്യം മറന്നു, റിപ്പോർട്ടർമാർ അതിൻ്റെ പുറകെ പോയി, ട്രെയിൻ ആക്സിഡൻറ്റിൻ്റെ പുറകെ പോയി. അങ്ങനെ അതൊക്കെ നടന്നു. എന്തെല്ലാം നടന്നു? തൂങ്ങും പാലം ഗുജറാത്തിൽ പൊട്ടി വീണു, വലുതും സംഭവിച്ചാൽ ഒന്നും സംഭവിച്ചില്ല. ഓരോ ട്രെയിൻ ആക്സിഡൻറ്റ് നടത്തി അങ്ങനെ ഡൈവേർട്ട് ചെയ്തു ആളുകളുടെ മനസ്സെല്ലാം. പിന്നെ ഇപ്പോൾ ദാ ഈ എലക്ഷൻ ഫ്രോഡ് വന്നു. 3 ഭാഷാ പ്രശ്നം, മഹാരാഷ്ട്രയിൽ ഹിന്ദി വേണ്ട എന്നുള്ള പ്രശ്നം. അതുമാത്രമല്ല, മഹാരാഷ്ട്രയുടെ എലക്ഷൻ, അതിൽ കള്ളത്തരം കാണിച്ചിട്ടുള്ള വിഷയം. ഇതെല്ലാം കുത്തിപ്പൊന്തിച്ച് വരുമ്പോൾ വേറെ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. എന്തു ചെയ്യും? അയാളെന്നെ ഇത്ര അറ്റാക്ക് ചെയ്യാൻ പാടും? ഒരു പ്രധാനമന്ത്രിയല്ലേ, ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ പാടും? അമിത്ഷാനും പ്രധാനമന്ത്രിനൊക്കെ എത്ര പിടിച്ച് അകത്തിട്ടാലും ഒരാളകത്തിട്ട് 9 ആൾ ഇപ്പുറത്ത് പൊങ്ങുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ദാ വന്നു പെഹൽഗാം, 26 ആൾക്കാരെ കൊന്നു. അതാ മുസ്ലിമുകൾ കൊന്നു, ലഷ്കർ ഇ തോയ്ബയുടെ ആളെ കൊന്ന പാകിസ്ഥാനെ ഞങ്ങൾ വിടില്ല, ഞങ്ങൾ ആനും ചെയ്യും, പൂനെ ചെയ്യും, കുതിര ചെയ്യും. കൊന്നവനെ, ഈ തീവ്രവാദിനെ ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കണം? ഈ പഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലവും പാകിസ്ഥാൻ ബോർഡറും തമ്മിൽ 243 കിലോമീറ്റർ കിട്ടുമെന്നാണ് പറയണേ. ഇത്രയും ദൂരം അവൻ ട്രാവൽ ചെയ്തിട്ട് ഇവിടെ വരണം, തോക്കും കൊണ്ട് ട്രാവൽ ചെയ്യണം, ഇവിടെ വരണം, വെടിവെക്കണം, വീണ്ടും തോക്കും കൊണ്ട് ട്രാവൽ ചെയ്യണം, അക്കരെ കിടക്കണം. അപ്പം നമ്മൾ ചോറ് തിരണ ബുദ്ധിമുട്ട് ആലോചിച്ച പോരെ, ഇത് പാകിസ്ഥാനിൽ നിന്ന് വന്നവരൊന്നല്ലാന്ന്. ലഷ്കർ ഇ തോയ്ബയുടെ ഇവിടെയുള്ള ആൾക്കാരെ ഇവർക്കറിയാം. അവരുടെ ആളാണ് അത് എന്നിട്ടാണ് റിലീഫ് ഫ്രണ്ടാ എന്തോ പറഞ്ഞിട്ട് TRF നിന്ന് ആരംഭിച്ച് അതിലത്തെ ഒരാൾ, അയാളും അമിഷ് കൂടി നിൽക്കുന്ന ഫോട്ടോ അടക്കുന്നുണ്ട്, അത് യൂട്യൂബിലിട്ടു.
അപ്പോൾ ഈ തീവ്രവാദികൾ നാളെ തന്നെ കിട്ടാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ പേരും പറഞ്ഞിട്ട് പാകിസ്ഥാനൊന്ന് ചവിട്ടാൻ കിട്ടി. അത് നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. അതിൽ മോദിക്ക് കുഴപ്പമൊന്നുമില്ല, അവർ നന്നായിട്ട് അറ്റാക്ക് ചെയ്തു ചെന്നു. പക്ഷെ അതിലും കൈ കഴുകി ഇന്ത്യൻ അതേ ഞങ്ങൾക്കിത് അറിയില്ല കേട്ടാ, ഞങ്ങൾ ഞങ്ങളുടെ ഡിഫൻസിന് ഞങ്ങളൊന്നും ചെയ്യില്ല കേട്ടാ, തീവ്രവാദികളെ മാത്രമേ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുള്ളൂ. എന്തിനത് പറയാൻ പോയി? ഗവൺമെൻറ്റിലെ തീവ്രവാദത്തിനെ ഇത് ചെയ്യണേ. അപ്പോൾ തീവ്രവാദിനെ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തീവ്രവാദികൾക്ക് സുരക്ഷിതമായിട്ട് എല്ലാ സ്ഥലത്തേക്കും പോയി. പാവം ചില സ്ത്രീകളും കുട്ടികളും ചത്തു, കുറേ ബിൽഡിങ്ങുകളൊക്കെ നശിപ്പിച്ചു ഇങ്ങോട്ട് പോന്നു. പക്ഷേ ഒരു 7 പ്ലെയിൻ പോയി, 3 റാഫേലും പോയി. 5 റാഫേൽ എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ, പക്ഷേ ഒരു 3 റാഫേൽ പോയ കണക്ക് അത് മാത്യു സാമുവൽ എന്ന് പറഞ്ഞ ആൾ കറക്റ്റായിട്ട് പറഞ്ഞു. അന്ന് എല്ലാവരും അയാൾ കുറിച്ചിട്ട് അയാളുടെ രോമം തൊടാൻ പറ്റിയില്ല, അയാൾ ഇപ്പോഴും പറയുന്നുണ്ട്. അതന്നെയല്ല സിംഗപ്പൂരിൽ ഈ വ്യക്തി പറഞ്ഞത്, നമ്മുടെ എയർ ചീഫ് മാർഷൽ പറഞ്ഞത്. എത്ര ഫ്ലൈറ്റ് പോയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾ റാഫേലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാര്യം കഴിഞ്ഞാൽ തീർന്നു. അവിടെയും ഇവരുടെ കള്ളത്തരം പുറത്തു വന്നു. പഹൽഗാം പൊട്ടി പാളിഷായി. ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കേണ്ടത് എത്ര ഫ്ലൈറ്റ് പോയി പറ, എന്താണ് സിന്ദൂർ, എന്തുകൊണ്ട് നിങ്ങൾ തീവ്രവാദിനെ പിടിക്കാൻ പറ്റുന്നില്ലേ? ഫോട്ടോ കയ്യിൽ കിട്ടിയതല്ലേ, ആരാണ് അവർ, റിസൾട്ട് എന്താ? ഇനി തൊള്ളയിൽ വല്ല കടാരിട്ട് വല്ല കക്കിയോട്ടുകൊണ്ട് അയാളെ തൊള്ള തുറപ്പിക്കണം, എങ്കിലേ തൊള്ള തുറക്കുള്ളൂ മോദി അമിത്ഷാക്ക് ഇതിനെ കുറിച്ചിട്ട്. അയാൾക്ക് മാറാ പ്യാറാ ദേശവാസിയോ എന്ന് പറഞ്ഞിട്ട് വെറും മതം പ്രചരിപ്പിച്ച് അങ്ങോട്ട് ശത്രുത ഉണ്ടാക്കാൻ പറ്റും. ഇതേ അയാളെ കൊണ്ട് പറ്റുള്ളൂ. അത് ലോകത്തിന് മനസ്സിലായി. G7 വിളിച്ചില്ല, നാണം കെട്ട് നാറി. അവസാനം ശരി എന്നാൽ വായും മാറ്റിച്ചിട്ട് 7 ദിവസം മുമ്പ് കല്യാണത്തിന് തലേന്ന് വിളിക്കണ പോലെ ക്ഷണിച്ചു. ഉടനെ അയാൾ പോകാൻ റെഡിയായി. അപ്പോൾ BJPയുടെ ഉള്ളിൽ പ്രശ്നമായി. നാണം കെട്ടത് പണിക്ക് പോകണ്ട, പോവാണ്ടിരിക്കുകയാണ് നല്ലത്. അങ്ങനെ ഇപ്പോൾ 2 പക്ഷത്തിലാണ് നിൽക്കണം. പോവില്ലെന്നാൽ അറിയില്ല, പോവും, ഇയാൾ പോവും, ഇയാൾക്ക് നാട് ചുറ്റണ്ടേ. അപ്പോഴേക്കും ഇവിടെ എന്തെങ്കിലും കോലാഹലം ഉണ്ടായിട്ട് വേണം പോകാൻ. അപ്പം ഞാൻ പഹൽഗാം ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞു, അത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോക്ക് പോയാൽ ഇവിടെ ഒന്നാലൊരു ട്രെയിൻ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ മുസ്ലിം വിഷയം നടക്കുമെന്ന് പറഞ്ഞു. നടന്ന് തീവ്രവാദി ട്രെയിൻ ആക്സിഡൻറ്റ് നടന്നില്ല. ഇനി ട്രെയിൻ ആക്സിഡൻറ്റും തീവ്രവാദി നടന്നാലൊക്കെ ആൾക്കാർക്ക് പിടികിട്ടി, ഇത് ഇവരുടെ ഇതാ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലായി. അപ്പോൾ കളം മാറ്റി ചവിട്ടിയതാണ് ഈ ഫ്ലൈറ്റ് ആക്സിഡൻറ്റ്. ഇതാണ് ഉണ്ടായത്, വേറെ ഒന്നുമല്ല. കാരണം 2 ആഴ്ച മുമ്പാണ് ഈ ബോയിങ് കമ്പനി ഈ T711 എന്ന് പറഞ്ഞിട്ടുള്ള ഈ അവരുടെ സീരിയൽ ഫ്ലൈറ്റാണിത്. ഇന്ന് ലോകത്തിലെ എല്ലാ ഫ്ലൈറ്റിലും അതിസുരക്ഷിതമായിട്ടുള്ള ഫ്ലൈറ്റാണ് ഇതെന്നും മാത്രമല്ല, കഴിഞ്ഞ ഈ ഫ്ലൈറ്റ് 14 കൊല്ലമായിട്ടുള്ള അവർ ഈ സീരീസ് ഉണ്ടാക്കിയിട്ട് ഈ ഡിസൈൻ ചെയ്തിട്ട് ഇത് സുരക്ഷിതം മാത്രമല്ല 1 കോടി ജനങ്ങളെ ഈ ഫ്ലൈറ്റിൽ ഞങ്ങൾ ലോകമെമ്പാടും കഴിഞ്ഞ 14 കൊല്ലമായിട്ട് നടത്തി. അതിൽ ഒരു തകരാറ് ഫ്ലൈറ്റ് നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരം കൊണ്ടാടിയതാണ് ഈ ബോയിങ് കമ്പനി. 2ാമത്തെ ആഴ്ച ഇതാ എടുക്കണം. അപ്പോൾ ഈ ഫ്ലൈറ്റിനെ കുറിച്ച് ഇപ്പോൾ പലതും വരുന്നുണ്ട്. അതിനുള്ള AC ഇല്ല, AC ഇല്ലാണ്ടും ബട്ടല്ലാണ്ടെയൊന്നും ഫ്ലൈറ്റ് തകരില്ലെന്നേ. അതൊക്കെ വല്ല മിസ്റ്റേക്കായി ഉണ്ടാവും, അത് വേറെ കാര്യം. അതൊന്നും ഫ്ലൈറ്റിൻ്റെ സുരക്ഷിതത്തിന് അതൊന്നും ബാധിക്കില്ല. AC വർക്കായില്ല അല്ലെങ്കിൽ റിമോട്ട് വർക്കായില്ല എന്നും ബാധിക്കൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ചോദ്യം, ഈ രാജേഷ് ബിശ്വാസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി എടുത്ത് ചാടുമ്പോൾ ഉണ്ടായെന്താണെങ്കിൽ മേഡേ മേഡേ മേഡേ, അതായത് മേഡേ എന്ന് പറഞ്ഞാൽ May 1 എന്നല്ല അർത്ഥം. അത് ഈ എയർ ട്രാഫിക് കൺട്രോളും പൈലറ്റുമാരും തമ്മിലുള്ള ചില എമർജൻസി ഭാഷയാണത്. കാരണം എല്ലാ പൈലറ്റുമാർക്കും ഇംഗ്ലീഷ് അറിയണമെന്നൊന്നുമില്ല. ആഫ്രിക്കയിലത്തെയും അറബിലത്തെയും അവരുടെ ഭാഷ പറയണം. എങ്കിലും ഈ എയർ ട്രാഫിക് കൺട്രോളിന് ലോകമെമ്പാടും ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് പ്രകാരമാണ് മേഡേ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് മീ. അപ്പോൾ 3 പ്രാവശ്യം മേഡേ 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 എന്നുള്ള ഉച്ചത്തിൽ പറയേണ്ടത് അത് ATCയിൽ കേട്ടു, അത് എയർ ട്രാഫിക് കൺട്രോളിൽ കേട്ടു. ഹെൽപ്പ് മീ ഹെൽപ്പ് മീ ഹെൽപ്പ് മീ, അത്രേ ഉള്ളൂ. അതാണ് അയാൾ അവസാനം പറഞ്ഞിരിക്കുന്നത്. ഫ്ലൈറ്റാണെങ്കിൽ കല്ല് വീഴുമ്പോൾ താഴത്തേക്ക് ഇങ്ങനെ വരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തോ അലർന്ന സൗണ്ട് കേട്ടു, ഇയാളെടുത്ത് ചാടി. എന്താണ് സൗണ്ട്? അപ്പോൾ ബ്ലാക്ക് ബോക്സ് കിട്ടിയ. ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞത് എത്ര ചൂടിലും ഉരുകാത്ത കത്താത്ത ഒരു തരം മെറ്റൽ കണ്ടുപിടിച്ചിട്ട് അതിൽ ചെയ്താൽ അതിന് 4.5 കിലോ വെയിറ്റ് കാണും. അത് എന്തായാലും കിട്ടും. അതിൻ്റെ ഉള്ളിൽ റെക്കോർഡാവും.
പ്ലെയിൻ തകർന്നതിൻ്റെ അവസാനം എന്താ നടന്നതെന്നുള്ളത് അവിടെ മനസ്സിലാവും. അവസാനത്തെ അതിങ്ങനെ റെക്കോർഡായിട്ടേ ഇരിക്കും, ഡിലീറ്റ് ആയിട്ടേ ഇരിക്കും. പക്ഷെ ലാസ്റ്റ് ഈ ഏത് ഫ്ലൈറ്റും തകർന്നതിൻ്റെ ലാസ്റ്റ് 5 മിനിറ്റ് മുമ്പുള്ളത് അതിൽ റെക്കോർഡായി ഉണ്ടാവും. അത്രയാണ്. അതിനകത്ത് ലൈഫ് ലോങ് റെക്കോർഡിംഗ് ഒന്നുമില്ല. കഴിഞ്ഞ ആഴ്ച എന്താ റെക്കോർഡായി അതൊന്നും അതിനകത്ത് കാണാൻ പറ്റില്ല. ലാസ്റ്റ് 5 മിനിറ്റ് മുമ്പിലത്തെ അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് തോന്നുന്നു, ആ 5 മിനിറ്റ് മുമ്പ് അങ്ങോട്ടാണ് റെക്കോർഡിങ് മാത്രം. അതിങ്ങനെ റെക്കോർഡായിട്ടേ ആയിരിക്കും. 5 മിനിറ്റ് കൂടുതലായത് ഡിലീറ്റ് ആയിട്ടേ ഇരിക്കും. അത് ഓട്ടോമാറ്റിക്കാണത്. അത് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിനൊരു സീക്രട്ട് കോഡുണ്ട്. അത് ആ ഫ്ലൈറ്റ് കമ്പനിക്ക് തന്നെ അതിൻ്റെ കോഡ് അറിയുള്ളൂ, വേറെ ആർക്കും അതിൻ്റെ കോഡ് അറിയില്ല. ഇതാണ് അതിൻ്റെ വിഷയം. അത് കണ്ടു കിട്ടിയാൽ അറിയാം എന്താണ് നടന്നതെന്നുള്ളത്. ഒരു ഭാഗത്ത് അതിരിക്കട്ടെ. ഇപ്പോൾ കാശ്മീരിൽ ഇയാളുടെ ഷെഡ്യൂളുണ്ടായിരുന്നു, അയാളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഷെഡ്യൂളുണ്ടായിരുന്നു. ആ ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്തിട്ടാണ് സൗദിയിലേക്ക് പോയത്. അന്നാണ് അതവിടെ നടന്നത്. 2 മണിക്കൂറിനകം തിരിച്ചെത്തി സൗദിയിൽ നിന്ന്. കാശ്മീർ കാണാനല്ലേ പോയത്. എന്തൊരു അർജൻറ്റായിരുന്നു. എയർപോർട്ടിൽ പ്രസ് കോൺഫറൻസും അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു ഇപ്പം തന്നെ കാശ്മീരിലേക്ക് പോകുന്നു. അയാൾ നേരെ പോയത് ബീഹാറിലേക്ക് ഇലക്ഷൻ വർക്കിനെ പോയത്. ഇവിടെ അയാൾ എത്തും ചെയ്തു. അപ്പോൾ നമുക്ക് ചിന്തിക്കാം, പോയില്ലെങ്കിലും തെറ്റ്, വന്നാലും തെറ്റ്. അങ്ങനെയല്ല. അവിടെ പോവാഞ്ഞത് എന്തുകൊണ്ട് കള്ളത്തരാന്ന് മനസ്സിലായിച്ചെങ്കിൽ ഇങ്ങനെയുടെ ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്തിട്ടാണ് സൗദിക്ക് പോയത്. ഇവിടെ സംഭവിച്ചു. വന്ന ആൾ തിരിച്ചങ്ങോട്ട് പോയില്ല. തിരിച്ചങ്ങോട്ട് പോയി അന്വേഷിച്ചെങ്കിൽ അത്ര ആൾക്കാർക്ക് സംശയം തോന്നുന്നില്ല. അയാൾ പോയത് എങ്ങടെ ബീഹാറിലേക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാ. ഇവിടെ ഗുജറാത്തിലേക്ക് PM-ൻ്റെ നരേന്ദ്രമോദിയുടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഷെഡ്യൂളൊന്നും ഉണ്ടായിരുന്നില്ല. ഷെഡ്യൂൾ ഉണ്ടായിരുന്നത് കാനഡയ്ക്കുള്ള പോക്കാണ്. കാനഡയിൽ ഇയാളുടെ വരവ് പാടില്ല എന്നും പറഞ്ഞ്, നിരോധിക്കണമെന്നും പറഞ്ഞ്, ഇയാളെ ക്ഷണിച്ച് ശരിയായില്ല എന്നും പറഞ്ഞ് അവിടെയുള്ള സിഖ് തലവന്മാരും 4 സർദാർ MP-മാരുണ്ട് കാനഡ സെനറ്റിൽ. ഇവരെല്ലാവരും ഭയങ്കര പ്രക്ഷോഭമാണ് കാനഡയിൽ ചെയ്യുന്നത്. പത്രങ്ങളെല്ലാം എഴുതുന്നുണ്ട് മോദിക്ക് അഗെയിൻസ്റ്റായിട്ട്. എല്ലാ പത്രവും കാനഡൻ ഹെറാൾഡ് എല്ലാറ്റിലും എഴുതുന്നുണ്ട്. എന്ത് മോദ്യം കൊണ്ട് അങ്ങോട്ട് പോണേ? ഒന്നാമത് ക്ഷണം കിട്ടിയിട്ടില്ല. കിട്ടിയത് പോരെന്ന് പിച്ചക്കാരൻ വിളിക്കണപ്പോൾ പോയിട്ട് ഒന്നും ചെയ്യാനല്ല, ചുമ്മാ ഈ കൈ കെട്ടി കാണുക, തിരിച്ചിങ്ങോട്ട് പോരുക, അത്ര തന്നെ. അത് 7 വലിയ രാജ്യങ്ങൾ സംസാരിക്കുന്നതാണ് ഗ്രൂപ്പ് ഓഫ് 7 കൺട്രീസ്. ആരാണെന്ന് വെച്ചാൽ അമേരിക്ക, കാനഡ, ജപ്പാൻ, ജർമ്മനി, ഇറ്റലി, ബ്രിട്ടൻ, ഫ്രാൻസ്. ഇതാണ് 7 രാജ്യങ്ങൾ. അതിൽ നമുക്ക് പോയിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. അത് വേറെ കാര്യം. ശരി, എങ്കിലും ആവട്ടെ, ഒന്ന് പോയിട്ട് വരാച്ചെങ്കിൽ അവിടെയാണെങ്കിൽ തീരെ ഇതും ചെയ്യാൻ പറ്റില്ല. ഇപ്പം മുഖം രക്ഷിക്കണം. ഇപ്പോൾ മനസ്സിലായി ഞാൻ പറഞ്ഞ പോയിൻ്റ്. ഇപ്പോൾ മുഖം രക്ഷിക്കണം. ഇപ്പോൾ ഒരു പക്ഷം മോദി പോവില്ല, കാരണം ഇത് പറഞ്ഞിവിടെ നിൽക്കാം. അപ്പോൾ ജനങ്ങളുടെ കണ്ട അയാൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പേര് കിട്ടാനുള്ള സാധ്യത 1. സാധ്യത 2, ഈ വിഷയം അങ്ങനെയെങ്കിലും കെട്ടിച്ചമച്ച് ആരുടെ മുകളിൽ, സർദാർമാരുടെ മുകളിലാക്കാം. കാരണം ഇവിടെ സാക്ഷി പറയാൻ ആരുമില്ലല്ലോ. സംഗതി മനസ്സിലാവുണ്ട്. സാക്ഷി പറയാൻ ഇവിടെ ആരുമില്ലല്ലോ. അല്ലെങ്കിൽ മുസ്ലിമുകളുടെ മുകളിലാക്കാം, തീവ്രവാദികളുടെ മുകളിലാക്കാം, പാകിസ്ഥാൻ്റെ മുകളിലാക്കാം. അപ്പോൾ തൻ്റെ ഈ ഇളിഞ്ഞ മോന്ത, ഈ ചതിയൻ മോന്ത, ഈ ഫ്രോഡ് മോന്ത ഈ വടക്കേ ഇന്ത്യയിലുള്ള ചില ഹിന്ദുത്വവാദികൾ അങ്ങോട്ട് അംഗീകരിച്ച് പിന്നെ അവർ സൂടാപ്പികൾ അങ്ങോട്ട് യൂട്യൂബ് ഇടാൻ തുടങ്ങും. ഇതാണ് ഇതിൻ്റെ പുറകെയുള്ള വിഷയം. പ്രിയ സ്നേഹിതരെ, ഇതൊരിക്കലും ഫ്ലൈറ്റിൻ്റെ മിസ്റ്റേക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ഫ്ലൈറ്റ് വീണത് ലാൻഡ് ചെയ്യുമ്പോഴല്ല, ഹൈറ്റിൽ നിന്ന് താഴേക്ക് ലാൻഡ് ചെയ്യുമ്പോഴാണ് ഒരു പക്ഷിയുടെ ചിറകന് വന്ന് മുട്ടിച്ചെങ്കിൽ അതിൻ്റെ താളം തെറ്റും. അത് ശരിയാണ്. കാരണം ലാൻഡ് ചെയ്യുമ്പോൾ ഈ ഇഞ്ചിനൊക്കെ ഏതാണ്ട് അതിൻ്റെ പവർ 0ലേക്ക് ഓഫാവില്ല, പക്ഷേ 0ലേക്ക് വരിക. അപ്പോൾ എങ്ങനെ ലാൻഡ് ആവണേ? ഫുൾ വന്ന ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുള്ളൂ ഫ്ലൈറ്റ്. പിന്നെ നമ്മൾ കാറ്റാടി കൺട്രോൾ ചെയ്യില്ല, ആ ഫോഴ്സിനെ കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെ ലാൻഡ് ചെയ്യുക. നിർത്തിയതിന് ശേഷം നമുക്ക് തന്നെ കേൾക്കാണ്ടിടും, ഇഞ്ച നിൽക്കും. മീ എന്നുള്ള ആ റേസിങ് സൗണ്ട് ഉണ്ടാവില്ല. റേസിങ് സൗണ്ട് ഉണ്ടാവുന്നത് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ്, മുകളിലേക്ക് പോകുമ്പോഴാണ്, ഫുൾ വെയിറ്റ് എടുത്തിട്ട് പൊങ്ങണേ. ആ സമയത്ത് ഒരു പക്ഷി കുത്തിച്ചിട്ടൊന്നും ഒരു പ്രശ്നമില്ല, അത് ഒന്നും അറിയും കൂടിയില്ല, അത് പൊക്കോളും. പക്ഷെ ലാൻഡ് ചെയ്യുമ്പോൾ പ്ലെയിൻ കാറ്റാടി ഇറങ്ങുന്ന പോലെ ഇറങ്ങണം, ഇങ്ങനെ ആടി ഇറങ്ങുന്ന പ്ലെയിൻ.
പിന്നെ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യലും ഫോഴ്സ് കുറയ്ക്കാനാണ് നോക്കുന്നത്. അങ്ങനെയാണ് ബ്രേക്ക് ഇടുക. അല്ലാണ്ട് കാറ് ബ്രേക്ക് ഇടുന്ന പോലെ ഒന്നും ഫ്ലൈറ്റ് ബ്രേക്ക് ഇടാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഫോഴ്സ് കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് പിന്നെ മെല്ലനെ ഒരു ബ്രേക്ക് ഇടുകയാണ്. അത്രയേ ഉള്ളൂ. അല്ലെങ്കിലൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ലാൻഡ് ചെയ്യണ സമയത്ത് ചിറകടിച്ചാൽ ചിലപ്പോൾ ഫ്ലൈറ്റ് ഗതി കേട്ട്. എന്നാലും ഇത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുക 600 അടിയിലേക്ക് എത്തിയിട്ടുള്ളൂ. അല്ല അങ്ങോട്ടേ ഉള്ളൂ. ഇനിയും പോകണം. ഒരു 4000 അടിക്കൊക്കെ പോയെങ്കിലാണ് ആ ഫ്ലൈറ്റിൻ്റെ ആ പദത്തിലേക്ക് എന്താ പറയുക ഭ്രമണപഥമല്ല അതിൻ്റെ ആ ലെവലിലേക്ക് എത്തുള്ളൂ. പിന്നെയാണ് ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. രണ്ടാമത് ഇത് നടക്കാനുള്ള സാധ്യത എന്താണെന്ന് വെച്ചെങ്കിൽ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഗുജറാത്തിലേക്ക് വന്നു. ഗുജറാത്തിൽ നിന്ന് നേരെ ബ്രിട്ടനിലേക്ക് പോകണേ. അപ്പോൾ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റാണ്. 1,00,000 ലിറ്ററോളം പെട്രോൾ കയറ്റിണ്ടായില്ലേ. അപ്പോൾ മനസ്സിലാക്കണ്ട. അപ്പോൾ ഇത് പ്ലെയിൻ്റെ മിഷൻ കോളറൊന്നുമല്ല, പക്ക പ്ലാൻഡാണിത്. ഈ പുൽവാമ പോലെയും ഈ പഹൽഗാം പോലെയും ഈ സിന്ദൂർ അറ്റാക്ക് നടത്തിയിട്ട് പേര് എടുത്ത പോലെയൊക്കെ ഇതിലങ്ങ് അല്ലെങ്കിൽ നോക്കിയോ ഫ്ലൈറ്റ് നിലം തൊട്ടതിന് ശേഷമല്ല പൊട്ടിത്തെറിച്ചതിന് ശേഷം നിലം തൊടുന്നത്. ഇതാണ് പറയണത്. അപ്പോൾ അകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത്രയുള്ള കാര്യം. അത് പിന്നെ ബ്ലാക്ക് ബോക്സ് കിട്ടട്ടെ. ഇനി ഇതും വെച്ചിട്ട് ഇവർക്ക് വോട്ട് കിട്ടണം. അതിനെന്താ വഴി? ഇപ്പോഴേ പറയാൻ തുടങ്ങി. ഈ സുഡാപ്പിയോളുടെ അക്കൗണ്ടൊക്കെ നോക്കി, ട്വിറ്റർ അക്കൗണ്ടൊക്കെ ചിലർ പാകിസ്ഥാൻ കൈകൊട്ടിച്ചിരിക്കുന്ന ഫോട്ടോ ഇടുന്നു, ചിലർ പ്ലെയിൻ കത്തുന്നു, പാകിസ്ഥാൻ ഡാൻസ് ആടുന്ന ഫോട്ടോ, പാകിസ്ഥാൻ ബീർ കുടിക്കുന്ന ഫോട്ടോ, പാകിസ്ഥാൻ ഇങ്ങനെ കാണിക്കുന്ന ഫോട്ടോ, മുസ്ലിം മോൾ ചിരിക്കുന്ന ഫോട്ടോ, സർദാർമാർ ചിരിക്കുന്ന ഫോട്ടോ, അങ്ങനത്തെ വീഡിയോ ഇതൊക്കെയാണ് അവരിടുന്നത്. അതായത് ഇത് ഒരാളുടെ ഒരു സമൂഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുകയാണ്. മുസ്ലിമോ തീവ്രവാദിയോ അല്ലെങ്കിൽ പാകിസ്ഥാനോ. ഇപ്പോൾ ബാഗൽകോട്ട് തീവ്രവാദി ചെയ്തത് അവർ തന്നെയാണ്. പക്ഷേ അതിൻ്റെ തലവൻ അമിത്ഷായുടെ കൂടെ ഫോട്ടോ എന്നിട്ട് എടുക്കണേ. ഇപ്പോൾ ഒരു ന്യൂസ് വന്നില്ലേ, പാകിസ്ഥാന് അർണബ് ഗോസ്വാമി മുഖാന്തരം കാശി പോയി എന്നുള്ള വിവരം പാകിസ്ഥാനിലേക്ക്. ഇപ്പോൾ ഈ പഹൽഗാം നടന്നതിന് ശേഷം നടന്നതിന് മുമ്പ് അങ്ങോട്ട്. ഇപ്പോൾ അതിനായാലും ഉത്തരം പറയണം. ഇവനാണ് പറയണം ഞാൻ ഇന്ത്യ സ്നേഹിയാണ്, ഭാരതമാതാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ചോദ്യം വേണ്ട, ഏത് ഭാരതമാത നിങ്ങൾ പറയണേ? 2 ഭാരതമാത ഇപ്പോൾ ഉള്ളത്. ഒരു ഭാരതമാതയുടെ കയ്യിൽ കാവിക്കൊടി, ഇന്നൊരു ഭാരതമാതയുടെ കയ്യിൽ ത്രിവർണ്ണ പതാക. അതിലത്തെ ഏത് ഭാരതമാതാവാണ് നിങ്ങൾ പറഞ്ഞ ഭാരതമാത? അത് ശരിയായിരിക്കും ആദ്യം. ഇതൊക്കെ ഇവരുടെ പ്ലാൻഡാണ്. പുറത്തു വരും, ഇൻവേഷൻ ചെയ്യും, പുറത്തു വരും. പക്ഷേ സിംഗപ്പൂരിൽ ഉത്തരം പറഞ്ഞില്ലേ എയർ ചീഫ് മാർഷൽ ഇന്ത്യയുടെ? അത് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല എത്ര ഫ്ലൈറ്റ് പോയി. എപ്പോൾ പറയും? അതേപോലെ ബ്ലാക്ക് ബോക്സിൻ്റെ റിസൾട്ട് വന്നാലും ഇവർ പുറത്ത് വിടത്തൊന്നുമില്ല. ഇത് 2 ആഴ്ചയ്ക്ക് ഇവർക്ക് ഇതങ്ങോട്ട് തട്ടി നീക്കണം. ഈ G7 തോറ്റതും 10-29 നേതാക്കന്മാരെ MP-കളെ 32 രാജ്യങ്ങൾക്ക് വിട്ടുമല്ലോ. ഒക്കെ പ്രതിപക്ഷത്തിൻ്റെ ആൾക്കാർ പഠിച്ചവർ. തൻ്റെ ഉള്ള MP-മാർ BJP MP-മാർ പഠിച്ചവരൊന്നുമില്ല. അത് യോഗിയോളും തേങ്ങി ഇങ്ങനെ കുരങ്ങനെ കൊണ്ട് സൈൻ ചെയ്യണവരൊക്കെ തന്നെയാണ്. അപ്പോൾ ശശി തരൂരിനെ പോലും കനിമൊഴി പോലുള്ളവരും ബ്രയാനെ പോലുള്ളവരെല്ലാം ചെന്ന് പല രാജ്യങ്ങളും ചെന്ന് ഒക്കെ ഏത് രാജ്യങ്ങൾ ഒരു ചുക്കും വലിയില്ലാത്ത രാജ്യങ്ങൾ, പെറു, പിന്നെ പനാമ, ഇതൊക്കെയാണ് വലിയ രാജ്യങ്ങളല്ലേ. ഒക്കെ ചെല്ലുക എന്തെങ്കിലും ഞങ്ങൾക്ക് സപ്പോർട്ട് വേണമെന്ന് പറയാനായിട്ട് ചെന്നു. പക്ഷേ സപ്പോർട്ട് കിട്ടിയത് ഇവർക്കല്ല, പാകിസ്ഥാനാണ് തീവ്രവാദി പറഞ്ഞിട്ട്. മിനിഞ്ഞാന്ന് പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്ററിനെ ലോക തീവ്രവാദത്തിനെ ഒതുക്കാനുള്ള സംഘടനയുടെ ചെയർമാനാക്കി നിർത്തി. ഇന്ത്യ ഭാഗത്തൊന്നുമില്ല. നോക്കിയേ, കാരണം എന്താ? ഇതിന് തല്ലും ചണ്ടയ്ക്കും കൂലി മാരാർക്കെന്ന് പറഞ്ഞ പോലെയായി. പേന്നാക്കി മോദിനെ സൈഡാക്കി പാകിസ്ഥാന് ഇത് കൊടുത്തു. അവിടേക്കും കൂടി അടുപ്പിക്കണില്ലേ. കാരണം അവർക്ക് മനസ്സിലായി ഇതൊക്കെ കള്ളത്തരാണ്, ഇവരുടെ പ്ലാൻഡാണെന്ന്. ഇതിന് സപ്പോർട്ട് ചെയ്താരാ UN റഷ്യയും ഫ്രാൻസിൻ്റെയാണ് നമ്മൾ റാഫേൽ മേടിച്ചിരിക്കുന്നത്. ആ റാഫേലാണ് പാകിസ്ഥാൻ മേടിച്ചിട്ട്. ആ ഫ്രാൻസാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യണേ, ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തില്ല ഇതിലേക്ക്. അവിടെയും അവനെ കണ്ടുകൊണ്ട് മുഖം കഴുകി.
ഇപ്പോൾ രക്ഷപ്പെടാൻ ഒരു മാർഗം വേണം. ഇപ്പോൾ ഇതെങ്കിലും കെട്ടിവെക്കണം പാകിസ്ഥാൻ്റെ തലയിലോ സർദാറിൻ്റെ തലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം തീവ്രവാദ സംഘടനയുടെ തലയിലോ. അവിടേക്കായിരിക്കും ഇവർ ഈ യൂട്യൂബിൽ ഇങ്ങനെ സംഖ്യകൾ തെങ്ങ് ഇടാൻ തുടങ്ങി. ഇതൊക്കെ അതാണ് വിരൽ ചൂടുന്ന പ്രിയ സ്നേഹിതന്മാരെ. പക്ഷേ ഇതിൽ പാവം 10-11 ചെറിയ കുട്ടികളും 51-56 അങ്ങോട്ട് വിദേശികളും ബാക്കിയുള്ളത് ഇന്ത്യക്കാരും, എത്ര സ്ത്രീകളെന്ന് അറിയില്ല, ആണുങ്ങൾ ഒക്കെ ജീവൻ തന്നെയല്ലേ, മരിച്ചു പോയി. ഇവർക്ക് ഇതൊന്നും വിഷയമല്ല. ഇവരുടെ വിഷയം എലക്ഷനിൽ ജയിക്കണം, ജനങ്ങൾക്ക് അവരവരുടെ തങ്ങളുടെ മുകളിൽ വരുന്ന ആ ചീത്തപ്പേര് മാറ്റാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടണം. അതിന് ഒരു പല കളിയും കളിക്കും. ഇനി ഈ കാശ്മീരും ട്രെയിൻ ആക്സിഡൻറ്റും ഇനി നടക്കാൻ അതൊക്കെ പാട്ടായി. അപ്പോൾ അതാ പുതിയ വിദ്യ എടുത്താണ് ഫ്ലൈറ്റ്. അതും ഏതാണ്ട് ചീറ്റ് എന്നാണ് എനിക്ക് തോന്നണേ. ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, വേറെ ഒന്നുമല്ല. അതുകൊണ്ടാണ് അയാൾ ഇനിയിപ്പോൾ ഇവിടെ എനിക്ക് പേര് കിട്ടുന്നത്. ഇപ്പം മനസ്സിലായ, കാശ്മീരിലേക്ക് പോകാത്ത മനുഷ്യൻ ഇവിടെ എത്തി എനിക്ക് പേര് കിട്ടിയതാ. പ്രൈം മിനിസ്റ്റർ വിസിറ്റിംഗ് ക്രാഷ് സൈറ്റ്സ്, പ്രൈം മിനിസ്റ്റർ വിസിറ്റിംഗ് ഹോസ്പിറ്റൽ എന്ന് കൊന്താള കത്തിക്കരിഞ്ഞ മാംസ. ഹീ സ്പോക്ക് വിത്ത് ബിശ്വാസ്, രാജേഷ് ബിശ്വാസ്. വേണ്ട കാര്യമായാലും അവൻ തുപ്പും അവൻ ഇയാളനെ. ഇനി കമ്പനിക്ക് അഗെയിൻസ്റ്റ്, എയർ ഇന്ത്യക്ക് അഗെയിൻസ്റ്റ് ഒക്കെ പലതും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി. അങ്ങനെ അവരെ അങ്ങോട്ട് കൂളാക്കി ഇങ്ങോട്ട് വിടും. രക്ഷയില്ലാന്ന് കണ്ട, രക്ഷ ഉണ്ടെന്ന് കണ്ട ഫ്ലൈറ്റിൻ്റെ മിസ്റ്റേക്കോ എയർ ഇന്ത്യയുടെ മിസ്റ്റേക്കോ ഒന്നും പറയില്ല. അതങ്ങ് തീവ്രവാദത്തിലേക്ക് അങ്ങോട്ട് വിടും. ഒന്നല്ല സർദാർ അല്ലെങ്കിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ലഷ്കർ-ഇ തയ്യബ, അഹമ്മദിയ, അത് തേങ്ങ മാങ്ങ എന്തെങ്കിലും ഒന്ന് പറഞ്ഞങ്ങ് നിർത്തും. ഇതാ ഉണ്ടാകുന്ന കാര്യം പ്രിയ സ്നേഹിതരെ. അപ്പോൾ ഇതെല്ലാം കാണിച്ചിട്ട് അയാൾക്ക് ബീഹാർ ജയിക്കണം. നീ ഇതും പറ്റിയില്ലേ ഇനിയൊരു ഫ്ലൈറ്റ് പോവും, ഇനിയൊരു ട്രെയിൻ ആക്സിഡൻ്റ് ഉണ്ടാക്കും. ഒന്നും പറ്റിയില്ല, വീണ്ടും തീവ്രവാദികൾ അറ്റാക്ക് നടക്കും കാശ്മീരിൽ. അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അവിടെയും ഇവിടെയും ഓരോ ബോംബ് പൊട്ടും. എന്നിട്ട് മുസ്ലിമുകളെ പൊട്ടിച്ചെന്ന് പറയും. ഒരു ഹിന്ദു അമ്പലത്തിൻ്റെ ഉള്ളിലോ മുസ്ലിംകളുടെ ഉള്ളിലോ പൊട്ടിച്ചിട്ട് അവരെന്നെ വെച്ചെന്ന് പറയും. അതാണല്ലോ പണ്ട് നടന്ന നമ്മുടെ അനുഭവം. ഒക്കെ RSS വെച്ച ബോംബിലായിരുന്നു. മാലേഗാൻ സബർമതി എക്സ്പ്രസ് 2002 നടന്ന മുസ്ലിം മോളൻ 3000 ചില്ലറ മുസ്ലിം മോളനെ കൊന്നു. കർഷകക്കാരുടെ ട്രെയിൻ കത്തിച്ചു എന്നും പറഞ്ഞിട്ട്. ഇവരെന്നെ അകത്തുനിന്നാണ് കത്തിയിരിക്കുന്നത്, പുറത്തുനിന്നല്ല കത്തിയിരിക്കുന്നത്, അകത്തുനിന്ന് കത്തിയെന്നാണ് ഇൻവെസ്റ്റിഗേഷൻ പറയണത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മുസ്ലിമുകൾ കൊല്ലുന്നത്? പുറത്തേക്ക് വരാണ്ടിരിക്കാൻ പുറത്ത് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ പ്ലാൻഡ് കൊന്നതാണത്. എന്നിട്ട് ഇത് മുസ്ലിമുകളുടെ മേത്തിട്ട് 3000 ചില്ലറ മുസ്ലിമുകളെ കൊന്നു. എന്നിട്ട് നല്ല പേരെടുത്തു. ആ പേരിലാണ് പ്രൈം മിനിസ്റ്റർ ആയത്. ഇങ്ങനെ മറ്റുള്ളവരെ കൊന്നിട്ട് മറ്റുള്ള നെഞ്ഞത്ത് ചവിട്ടിയിട്ട് കസരയിൽ ഇരിക്കണവരാണ് ഇവരെല്ലാം. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു പ്രൈം മിനിസ്റ്റർ. അതുകൊണ്ട് എൻ്റെ 100% എൻ്റെ അഭിപ്രായം ഇതാണ്. ചിലപ്പോൾ ഞാൻ തെറ്റായിരിക്കാം, പക്ഷേ എൻ്റെ ചിന്താഗതി ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. നോക്കാം. പക്ഷെ ഒരു കാര്യം, ലോകം എങ്ങനെ കയറി മറിഞ്ഞാലും ബൈബിൾ വചനം സത്യമാണ്. അത് പ്രകാരം ദേശത്തിന് എഗെയിൻസ്റ്റാണ്. നമ്മുടെ ദേശത്തുള്ളവരെന്നെ ഈ പരിപാടി ചെയ്യണേ, നമ്മുടെ ജനങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട്. അതൊക്കെ കാണിക്കുന്നത് കർത്താവിൻ്റെ വരവടുത്തു എന്നുള്ളതാണ്. എന്നെ കണ്ടുകൊണ്ടിരുന്ന പ്രിയ സ്നേഹിതരെ, യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ കർത്താവിൻ്റെ കൂടെ ജീവിക്കാം. ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ കർത്താവിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങളുടെ പേരും മാറ്റേണ്ട, ഊരും മാറ്റേണ്ട. നിങ്ങൾ ആരെയും അതേ പേരിലെങ്കിൽ അറിയപ്പെട്ടാൽ മതി. പക്ഷെ നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുത്ത് സ്നാനം കൊടുത്ത് നിങ്ങൾ ജീവിപ്പേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ആശീർവദിക്കട്ടെ. നന്ദി, നമസ്കാരം.